മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാർ പരിഗണന ലഭിക്കാതെ കെട്ടിട ഉടമകൾ ഇരു മേഖലകളിലുമായി തകർന്നത് 50ഓളം പേരുടെ കെട്ടിടങ്ങളാണ്. 40 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടും ഒരു സഹായ പദ്ധതികളിലും ഇവർ ഉൾപ്പെട്ടുപോയില്ല. സമ്പാദ്യങ്ങളെല്ലാം കൂട്ടിവെച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിന്റെ വാടക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നവർ, ഇത്രകാലം സർക്കാരിന് നികുതി നൽകിയിരുന്നവർ. മഹാദുരന്തത്തിൽ അമർന്നുപോയ കെട്ടിടങ്ങൾ 50ഓളം പേരുടേത്. നഷ്ടം 40 കോടിയിലധികം രൂപയുടേതാണ്. ഇവരാരും തന്നെ സർക്കാർ സഹായ പദ്ധതികളിൽ ഒരിടത്തും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ആയപ്പോൾ ഉമ്മ എസ്റ്റേറ്റിലായിരുന്നു തൊഴിൽ. അപ്പോൾ അവിടെ നിന്നുള്ള PF-ഉം പിന്നെ ഞങ്ങളെ ശമ്പളത്തിൽ നിന്ന് ബാലൻസ് വെച്ച പൈസയൊക്കെ എടുത്തിട്ട് ഞങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. 2 കൊല്ലമായിട്ടുള്ളൂ അതിൽ നിന്നുള്ള വരുമാനം കിട്ടി തുടങ്ങിയിട്ട്. അപ്പോൾ അതാണിപ്പം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിപ്പം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ആ ഭാഗം മൊത്തം റെഡ് സോൺ ആയതുകൊണ്ട് തന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. അതിലത്തെ കറണ്ടും എല്ലാ കണക്ഷനും പോയി. ഞാൻ 10-30 വർഷമായിട്ട് അന്യനാട്ടിൽ ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ എൻ്റെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ കാണുന്ന ഈ പൊളിഞ്ഞു കിടക്കുന്ന ഷട്ടർ ബിൽഡിംഗ്. ഇതിൽ നിന്നും വാടക കിട്ടിയിട്ടായിരുന്നു ഞാനും എൻ്റെ കുടുംബവും ഇതിൽ കച്ചവടം ചെയ്തവരും കഴിഞ്ഞു പോയിരുന്നത്. ഇത് കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ കുടുംബജീവിതവും ലോണും കാര്യങ്ങളും പല കാര്യങ്ങളും ഞങ്ങൾക്കിതിലുണ്ട്. ഞങ്ങൾ ആശങ്കയിലാണ് ഞങ്ങളെ കുടുംബം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കടമുറികളിൽ വാടകയ്ക്ക് കഴിഞ്ഞിരുന്നവരിൽ പലർക്കും പല സന്നദ്ധ സംഘടനകളും സഹായം എത്തിച്ചു. എന്നാൽ കടമുറികളുടെ ഉടമകളെ ആരും പരിഗണിച്ചില്ല. ദുരന്തത്തിരിപ്പുറം പലയിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടവർ തന്നെയാണ് കടമുറികൾ നഷ്ടപ്പെട്ടവരിൽ ഏറെയും. ഇവിടെ കച്ചവടം നടത്തിയ ആൾക്കാരുണ്ടല്ലോ, അവർ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷവും 10 ലക്ഷമൊക്കെ കിട്ടിയ ആൾക്കാർ, പക്ഷെ ഗവൺമെൻറ് തലത്തിൽ യാതൊരുവിധ ഇടപെടലും ഇതിലുണ്ടായിട്ടില്ല. വാടകക്കാർ നൽകിയ ഡെപ്പോസിറ്റ് തുക തിരിച്ചു ചോദിക്കുന്ന അനുഭവമുണ്ട്. ഇത് നൽകാൻ കഴിയാത്ത പ്രതിസന്ധിയും കടയുടമകൾ നേരിടുന്നു. സർക്കാരിന്റെ പരിഗണനയ്ക്ക് അർഹരാണ് ഇവരും. ആ കരുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മനുഷ്യർ. 24 വയനാട്.